ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടാണ്. പാലക്കാടും ഇത്തരത്തിൽ UDF BJP സഖ്യമുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലാണ് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായത്. BJP അംഗങ്ങൾക്ക് UDF പിന്തുണ നൽകുകയായിരുന്നു. സച്ചിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സച്ചിൻ, ഗുഡ് മോർണിംഗ്. സച്ചിൻ, അതായത് നമുക്കറിയാം ഈ മറ്റത്തൂരിലൊക്കെ കാണുന്നത് കോൺഗ്രസിന് BJP കൂട്ടുനിൽക്കുന്നു, അധികാരം പിടിക്കാൻ സഹായം നൽകുന്നു എന്നുള്ളതാണ്. പാലക്കാട് എത്തുമ്പോൾ അത് നേരെ തിരിച്ചാകുന്നു. ഭദ്ര, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം ആലപ്പുഴയിലും അതേപോലെ തന്നെ തൃശ്ശൂരെല്ലാം കണ്ട അവിശുദ്ധ കൂട്ടുകെട്ടിന് സമാനമായ സാഹചര്യം തന്നെയാണ് പാലക്കാട് BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് BJPയും കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ UDF BJP അംഗങ്ങൾക്ക് പിന്തുണ നൽകിയത്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ നിലവിൽ LDFും IDF, അതായത് പെരിങ്ങോട്ടുകുറിശിയിലെ AV ഗോപിനാഥ് വിഭാഗവും LDFും ഒരുമിച്ചാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. ഈ LDF IDF സഖ്യത്തിന് 9 സീറ്റാണ് പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ UDFന് 7 സീറ്റും 2 സീറ്റ് BJPക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അതിനാൽ തന്നെ BJP അംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു UDFിൻ്റെ അംഗങ്ങൾ. അതായത് 7ഉം 2ഉം 9 അംഗങ്ങളാണ് ഈ UDFും BJPയും ചേർന്നപ്പോൾ പെരിങ്ങോട്ടുകുറിശിയിൽ ഉണ്ടായിട്ടുള്ളത്. സമാനമായ രീതിയിൽ LDFിൻ്റെ 9 അംഗങ്ങളുമാണ് ഉള്ളത്. അതിനാൽ തന്നെ തുല്യ നിലയിലേക്ക് ഈ ക്ഷേമകാര്യ അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും UDFിൻ്റെ അംഗങ്ങൾ 2 BJP അംഗങ്ങൾക്കാണ് ക്ഷേമകാര്യത്തിലും അതേപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും പിന്തുണ നൽകിയിട്ടുള്ളത്. ബാക്കി LDFിൻ്റെ 2 അംഗങ്ങളും ഈ ഇതിലേക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും കൃത്യമായ രീതിയിൽ UDF അംഗങ്ങൾ BJP അംഗങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ സമനിലയായതിനാൽ തന്നെ നറുക്കെടുപ്പിലൂടെയാണ് ഇനി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പെരിങ്ങോട്ടുകുറിശിയിൽ സാധിക്കുക. അധികാരത്തിന് വേണ്ടി, നേരത്തെ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി LDFിനെ തോൽപ്പിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ UDF പല വർഗീയ കക്ഷികളെയും, നേരത്തെ ആലപ്പുഴയിൽ SDPI ആണ് കൂട്ടുപിടിച്ചതെങ്കിൽ പാലക്കാട് BJPയെയും കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് നിലവിൽ വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് ഇത്തരത്തിൽ തുല്യ നിലയിലേക്ക് BJPയുടെയും അതേപോലെ തന്നെ UDFിൻ്റെയും ആളുകൾ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നടത്തിയിട്ടുള്ള ശ്രമം. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം UDFിനകത്തും അതേപോലെ തന്നെ BJPക്കകത്തും ഉയരുന്നുണ്ട്. കാരണം സമാനമായ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അധികാരത്തിന് വേണ്ടി UDFും BJPയും കൈകോർക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുൻകാലങ്ങളിൽ കണ്ട പോലെ തന്നെ കോലീബി സഖ്യമടക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രധാനമായും LDFിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJPയും കോൺഗ്രസും ഇത്തരത്തിൽ കൈകോർക്കുന്നത്. അത് വലിയ രീതിയിൽ UDFിനെയും അതേപോലെ തന്നെ BJPയെയും ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ LDFിനെ തോൽപ്പിക്കാൻ വേണ്ടി പല വാർഡുകളിലും കോൺഗ്രസും BJPയും കൈകോർത്തതായുള്ള തെളിവുകളും പുറത്തു വരുന്നിരുന്നു. പ്രധാനമായും ഈ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കെല്ലാം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് ചില വാർഡുകളിൽ UDFിനും അതേപോലെ തന്നെ ചില വാർഡുകളിൽ BJPക്കും ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ തന്നെ വോട്ടിൻ്റെ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. UDFിനെ ചില വാർഡുകളിൽ BJP സഹായിച്ചു, നേരെ മറിച്ച് ചില വാർഡുകളിൽ BJPയെ UDFും സഹായിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇതിനെതിരെ LDF ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് LDFും തയ്യാറെടുക്കുന്നത്. ഭദ്ര, തീർച്ചയായും സച്ചിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാടും ഈ BJP UDF അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്.